ഹായ് ഫ്രണ്ട്സ്, പശുക്കളിലെ പേനുകളെ കണ്ടിട്ടുണ്ടോ? ഭയങ്കര ശല്യമാണ് കേട്ടോ പേന് വന്നു കൂടിയിട്ടുണ്ടെങ്കിൽ. പ്രധാനമായിട്ടും വാലിലെ രോമത്തിലാണ് ഇതിനെ കാണുന്നത്. അതുപോലെ തന്നെ നെറ്റിയിലും കണ്ണിൻ്റെ പീലിയിൽ ശല്യം കൂടുതലാണ് എങ്കിൽ പുറത്തെ രോമത്തൊക്കെ കാണാറുണ്ട്. അതുപോലെ തുമ്പിലും കാണാം പെരുകി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വലിയൊരു പേനിനെ കണ്ടു. അപ്പോൾ ഇനി നിറച്ചും മുട്ടയിട്ട് കൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നോക്കാം, പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല. ഇത് വേറൊരാളാണ്. സംശയം തോന്നിയിട്ട് അവളുടെ അടുത്തുള്ള ആളുടെ വാല് ചുമ്മാ ഒന്ന് നോക്കിയതാണ്. അതാ ഒരു ഈര് കാണുന്നുണ്ട് കേട്ടോ. ഇതിന് പേനായി പെറ്റുവരും. ഇപ്പോൾ ചൂടും കൂടെ ആയതുകൊണ്ട് കണ്ടമാനം അതിൻ്റെ ശല്യം വരും. ഇതാ വേറൊരാളാണ്. ഇതാ ഇവളുടെ വാലിൽ ഇഷ്ടമാതിരി ഈരുകളായിട്ടുണ്ട്. ഈരും പേനും ഒക്കെ ഏകദേശം നമ്മുടെ മനുഷ്യന്മാരുടെ തലയിലെ പോലെ തന്നെ അതേ സാമ്യരൂപം തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടെ വലിപ്പം വ്യത്യാസമുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ എടുത്തു തീർക്കുക എന്നുള്ളത് നമുക്ക് പോസിബിളായ കാര്യമല്ല. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ടും ഇതിനൊരു മരുന്ന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആ മരുന്ന് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പരിചയപ്പെടുത്തുന്നുണ്ട്. ആ മരുന്ന് 1 ലിറ്റർ വെള്ളത്തിൽ 4 മില്ലി ഒഴിച്ച് അത് നമ്മൾ ഇവരുടെ ശരീരഭാഗത്ത് മുഴുവനും വാലിലും എല്ലാം തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു തുണി അതിൽ മുക്കി തേച്ച് കൊടുത്താലും മതി. ഡയറക്റ്റ് കൈകൊണ്ട് തേച്ച് കൊടുക്കണം എന്നില്ല. എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പം രാവിലത്തെ കറവ കഴിഞ്ഞിട്ട് ചെയ്തിട്ട് വൈകുന്നേരം കുളിപ്പിക്കുകയാണെങ്കിൽ നല്ലത്. അത് തേച്ച് പിടിപ്പിച്ചതേ കഴുകിക്കളയാൻ പാടില്ല. അതുകൊണ്ട് ഈ തുമ്പിൻ്റെ ഇവിടെയൊക്കെ വന്ന് പേൻ നിറഞ്ഞ് ഈര് വിരിഞ്ഞ് വാലേന്ന് അത് കയറി പേനായിട്ടിരിക്കും കേട്ടോ. പിന്നെ ഭയങ്കര വാലിട്ടടിയും ശല്യവും ബുദ്ധിമുട്ടുമായിരിക്കും. കറവേൻ്റെ സമയത്തൊക്കെ ഇത് കടിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇവ വാലിട്ട് നമ്മളെ അടിക്കുകയും അടങ്ങി നിൽക്കാതെ ചൊറിച്ചിൽ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പടച്ച് കളിക്കുകയൊക്കെ ചെയ്യും. ഈ ചവിട്ടും തൊഴിയും കൂടാതെ ഈ പേനുകൾ വന്നു കൂടിയിട്ടുണ്ടെങ്കിലുള്ള ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പശുക്കൾ വേഗം ക്ഷീണം പിടിച്ചു പോകും കേട്ടോ. ക്ഷീണം പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതവരുടെ പാലുൽപാദന ശേഷിയെ സാരമായി ബാധിക്കും. ദിനം പ്രതി പാലിൻ്റെ അളവ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം എത്രയും വേഗം ഇവയെ കാണുന്നു മരുന്ന് ഉപയോഗിച്ച് എത്രയും വേഗം തന്നെ ഇതിനെ തുരത്തുക. ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന മരുന്ന്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 4 മില്ലി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ വെള്ളം ഇവരുടെ ശരീരത്തിൽ മൊത്തം തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാ വെറ്റിനറി മെഡിക്കൽ ഷോപ്പുകളിലും വെറ്റിനറി ഹോസ്പിറ്റലുകളിലും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇതൊന്ന് വാങ്ങി ആവശ്യമുള്ളവർ ഉപയോഗിച്ച് നോക്കുക കേട്ടോ.